വെൽക്കം ബാക്ക്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഇത്തരത്തിലൊരു ടെക്കി ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരായിരിക്കും ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സർവീസ് വാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതിൽ മെയിൻ്റനൻസിനും മറ്റു വർക്കുകൾക്കും വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതിലൊരു മൈക്ക് ആൻഡ് സ്പീക്കർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി വയർലെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഒരു മൈക്ക് ആൻഡ് സ്പീക്കർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്. ഈ സാധനം നമ്മൾ വണ്ടിയുടെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ അതല്ലെങ്കിൽ നമ്മൾ മോഡിഫിക്കേഷൻ്റെ മറ്റു വീഡിയോസൊക്കെ അടുത്ത് വീഡിയോസായിട്ട് വരും. നിങ്ങളിത് ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മൾ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഈ ഒരു മൈക്ക് നമ്മൾ ഇവിടെ ആയിട്ട് ഈ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇതിൽ ഇൻഫോർടൈൻമെൻറ്റ് ബില്ലിംഗ് സിസ്റ്റം, ബില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള തെർമൽ പ്രിൻ്ററിൻ്റെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷന് ക്ലിയർ ചെയ്യാനും മറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അകത്ത് കുറച്ചുകൂടെ നമ്മുടെ ടൂൾസിൻ്റെ ചാർജിങ്ങിനും മറ്റുമായിട്ട് കുറച്ച് ഇൻവെർട്ടേഴ്സും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരുന്നതാണ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് നമ്മൾ വണ്ടി കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ കളറിലോട്ട് റാപ്പ് ചെയ്ത് ബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് കുറച്ച് ലീഗൽ സൈഡിലുള്ള ഇഷ്യൂസ് ഉണ്ട്. നമുക്കത് പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ ടാക്സ് അല്ലാത്തതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ കളറിലോട്ട് ബോഡി കളർ ചേഞ്ച് ചെയ്യാതെ വൈറ്റ് കളറിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സർവീസ് വാനിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് തൊട്ടടുത്ത ദിവസം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റിക്കർ വർക്കിന് വേണ്ടി നിർത്തി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഓൾറെഡി വണ്ടിക്കകത്തുള്ള ടൂൾസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ അകത്ത് ഓൾറെഡി ഉള്ള ടൂൾസ് ഒക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നാളെ നമ്മൾ വർക്കിന് ഇട്ട് കൊടുത്ത് വർക്ക് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് അതിന് സ്പെഷ്യലി റാക്കും ബോക്സസും ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മളൊന്നുകൂടെ ഒക്യുപ്പൈഡ് ആക്കുക വണ്ടി ടൂൾസൊക്കെ വെച്ചിട്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ടൂൾസ് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ഇറക്കി വെക്കുകയാണ്. ആ ബോക്സ് പറഞ്ഞോ. ആ സാധനങ്ങൾ എടുത്തോ. ബോക്സുകൾ ഇങ്ങോട്ട് വെച്ചു. ഇത് ലോക്ക് ചെയ്യാം. ആ വെയിറ്റ് ഉണ്ടാവും, സ്പാനറാ. ടൂൾസ് ബോക്സിന്റെ ഒരു കളർ അതാണ്, അല്ലാതെ കൊടുക്കണില്ല. ഒന്നില്ലെങ്കിൽ റെഡും ബ്ലാക്കും വെക്കണം. അത് കിട്ടണ അവൈലബിലിറ്റി അനുസരിച്ച് എടുത്തല്ലേ. അത് ഒരു ടൈപ്പ് സ്പാനറാ. ഹൈ ലെവൽ സ്പീഡ് ലെവൽ അത് ഞാൻ എടുത്തോളാം. അത് പിടിക്കണം. വെയിറ്റ് ഉണ്ടാവും കേട്ടോ, കൈ കുടുങ്ങിയത് നല്ല ഇന്നിട്ട് കൊടുക്കാണേ. അതെ ഓക്കെ.
ഇതെന്തിൻ്റെയാണ്? ഡ്രില്ലിൻ്റെ ആയിട്ടില്ല. ആ സൈഡത്തെ ഡോർ ഓർക്കാൻ അതിൻ്റെ അടിയിൽ സാധനങ്ങളുണ്ട്. അതുമാതിരി ഡാഷ്ബോർഡത്തെ കറക്റ്റ് ആ സൈഡ് ലോക്ക് ഉള്ളിൽ നിന്ന് കൊടുക്കല്ലേ അടച്ചോ. അപ്പോൾ സ്റ്റിക്കർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിലെ ടൂൾസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ സ്റ്റിക്കർ വർക്കിന് വേണ്ടിയിട്ട് വണ്ടി ഇട്ട് കൊടുക്കും. അപ്പോൾ തുടർന്നുള്ള വീഡിയോക്ക് നിങ്ങളെ ഷെയറും സപ്പോർട്ടും ഒക്കെ വേണം. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.